നമസ്കാരം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങി കഴിഞ്ഞ അന്ന് തന്നെ വ്യക്തമായ ഓരോ നീക്കങ്ങളും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു. കൃത്യമായി ഓരോ പഠനം നടത്തിയതിനു ശേഷമാണ് ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയത്. അതോടൊപ്പം തന്നെ ഇവരുടെ ടാഗ് ലൈൻ എന്നത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കുകയാണ് ബി.ജെ.പി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ നിർണായക മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. പ്രതിപക്ഷത്തെ പോലെയോ ഇടതുപക്ഷത്തിനെ പോലെയോ ഓരോ വികസന വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയൊന്നും ബി.ജെ.പി. കാണിക്കില്ല എന്ന് ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. നിലവിൽ കൊച്ചി കോർപ്പറേഷന് മുലംകുഴി ഡിവിഷനിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജൂഡ് ഗോഡ്വിൻ റോസാണ് സ്ഥാനാർത്ഥി. നിലവിൽ ബി.ജെ.പി. വാർഡിൽ വിജയിച്ചാൽ മത്സ്യബന്ധന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും അതോടൊപ്പം തന്നെ അവരുടെ അടിയന്തര പ്രാധാന്യം നൽകി അതിനൊരു പരിഹാരം കാണുമെന്നൊരു ഉറപ്പ് ബി.ജെ.പി. സ്ഥാനാർത്ഥി അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഇടതും വലതും, അതായത് ഇടത് സർക്കാരും വലത് സർക്കാരും മാറി മാറി ഭരിച്ചിട്ടും നഗരസഭയിലായിരുന്നാലും മാറി മാറി ഭരിച്ചിട്ടും പരിഹാരം കാണാത്ത ഒന്നാണ്. അതായത് കേരളത്തെ എക്കാലവും അലട്ടുന്ന ഒരു പ്രധാനമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് കനത്ത മാലിന്യ പ്രശ്നവും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടും. നമുക്കറിയാം, കൊച്ചി ഉൾപ്പെടെ ഒരു 2 മണിക്കൂർ ഒരു മഴ നിർത്താതെ പെയ്താൽ കൊച്ചി നഗരം പിന്നെ കുളമായി മാറുന്ന ഒരു അവസ്ഥ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ബസ് സ്റ്റാൻഡ് ആയിരുന്നാലും പല പ്രധാന കേന്ദ്രങ്ങളായിരുന്നാലും അതായത് ഒരു പുഴ ഒഴുകി വരുന്ന രീതിയിലായിരിക്കും പിന്നെ മഴ പെയ്താൽ അവിടെ ഉണ്ടാവുന്ന വെള്ളക്കെട്ട്. ആ ഒരു അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും ഒരു പരിഹാരം കാണാൻ ഇടതുപക്ഷ സർക്കാരിനോ അതോടൊപ്പം തന്നെ UDF സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിൽ ബി.ജെ.പി. അവിടെ വിജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം കാണുമെന്നൊരു ഉറപ്പ്, അതിലൊരു പരിഹാരം കാണുമെന്ന ഉറപ്പ് ബി.ജെ.പി. ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ മൂലക്കലിലെ 74 ഡിവിഷൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇവിടുത്തെ ആവശ്യം ഇപ്പോൾ വട്ടമാക്കൽ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. കണ്ടിട്ട് വലിയ അതിശയമായിട്ട് വന്നിരിക്കണം. അത് ജയിച്ച കൗൺസിലർ ഇവിടുന്ന് പോയിട്ട് 5 വർഷമായിട്ട് ഇന്നലെ എന്തോ വന്നെന്ന് പറഞ്ഞാൽ 5 വർഷം തികയണത് പ്രമാണിച്ചിട്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ പുറകിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെയൊക്കെ ഉണ്ട്. കൊതുക് നീന്തിയിരിക്കുന്നതാണ് ഇവിടെ. ഒരു ക്ലീനിങ്ങില്ല, ഒന്നുമില്ല, ആരും വരുന്നില്ല ഇങ്ങോട്ട്. വളരെയധികം ദയനീയ അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. മൂലംകുഴി ഞങ്ങൾ മാറ്റി എഴുതും ബി.ജെ.പി. അതിനെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.